ഹലോ ഫ്രണ്ട്സ്, 2007 ഇറങ്ങിയ ഒരു മൂവിയാണ്. ഈ മൂവിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി, ശരിക്കും ഇതൊരു ശരിക്കും നമ്മൾ പലതും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇല്ലെങ്കിൽ ഒരു അധ്യാപകൻ സ്റ്റുഡൻറ്റിനോട് എങ്ങനെയാണ് ബിഹേവ്, അദ്ദേഹത്തിന് കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫാമിലി ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എവേ ചെയ്തു പോയിരുന്നുണ്ട്. അതിന് തോന്നുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് പ്യൂർ അല്ല എന്നുള്ള എല്ലാം ഒരു മോശപ്പെട്ട രീതിയിലേക്ക് നിർവചിക്കപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ നിങ്ങൾ ഈ ബ്രിഡ്ജ് ടു ടെർബിഥിയ എന്ന് പറഞ്ഞൊരു മൂവി നിങ്ങൾ കാണുന്നത്, ഇതൊരു ചൈൽഡ് മൂവിയാണ്. ഇതിൻ്റെ ജോണറിന് വളരെ രസമാണ്. ഈ ജോണർ വരുമ്പോൾ ഇതിൽ ഇല്ലാത്തൊരു ഒരു ജോണർ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു ചിൽഡ്രൻ മൂവിയാണ്, അഡ്വെഞ്ചറാണ്, പിന്നെ ആക്ഷനാണ്, ഫാമിലിയാണ്, ഫിലിമാണ്, കോമഡിയാണ്, ഫാൻറ്റസിയാണ്, ഡ്രാമയാണ്, പിന്നെ ടീനേജ് മൂവിയാണ്, പിന്നെ അഡാപ്റ്റേഷൻ മൂവിയാണ്. അങ്ങനെ കുറേ ജോണറിലേക്ക് വരുന്ന മൂവിയാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ മൂവി ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്. കാരണം നമുക്ക് ഈ മൂവിയുടെ തുടക്കം മുതലൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ചെക്കൻ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ളായൊരു ഇൻട്രോവേർട്ടാണ്, ഭയങ്കരമായിട്ട് ഒരു ഒതുങ്ങി കൂടിയ ടൈപ്പാണ് അദ്ദേഹം. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുന്നതോട് കൂടിയാണ് പിന്നെ ആ സിനിമയുടെ ഗതി കണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഇൻട്രോവേർട്ട് മൊത്തം അങ്ങനെ എക്സ്ട്രോട്ടായി മാറുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ എടുത്ത് പറയേണ്ടതാണ്. അതിനുശേഷം അവൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ മനോഹരമായിട്ടുള്ള അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇതിലേക്ക് അവർ ഈ എന്താ പറയുക ക്യാമറ കണ്ണുകളുകൊണ്ട് ഒപ്പിയെടുത്തൊക്കെ പറയുക ആ രീതിയിലേക്ക് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് ടു ടെർബിഥിയ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഞാൻ മനസ്സിലാക്കി. ഇതിൻ്റെ റിലേഷൻഷിപ്സിനെ കുറിച്ച് കുറേ അധികം ഊന്നി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമ. അത് മനോഹരമായിട്ട് അത് ചിത്രീകരിക്കാനും അത് നല്ല രീതിയിൽ അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനും കൂടി അത് ഈ സിനിമയിലേക്ക് കഴിക്കുന്നുണ്ട്. ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, ഫാദറും മദറും ഇത് കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരെങ്ങനെയായിരിക്കണം, പിന്നെ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് അവരൊരു മുന്നിലേക്ക് കൊണ്ടുവരുത്തേണ്ടത്, അങ്ങനെ കുറേ ഒരു ടീച്ചറിനെ എങ്ങനെയാണ് ഒരു കുട്ടിയെ കെയർ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ റിലേഷൻഷിപ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള റിലേഷൻഷിപ്സിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ അതിൻ്റെ സോൾ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന് അവസാനം ഇതിൻ്റെ സിനിമ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഈ കുഞ്ഞ് ഇയാളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ പെട്ടെന്നുകൊണ്ട് ഈ കുട്ടിയിലേക്ക് ഒരു മരണം സംഭവിക്കുന്നുണ്ട്. ആ മരണം സംഭവിക്കുന്നതോടുകൂടി അതിൽ ഉണ്ടാകുന്ന അത്ര നേരം ഉണ്ടായ നമുക്കൊരു ഹാപ്പിനെസ് മൂഡ് ഉണ്ടല്ലോ, അത് മൊത്തം ഇമോഷണലി നമ്മളായിട്ട് കണക്ട് ചെയ്ത് വിടും. അതിനുശേഷം ആ സിനിമേൻ്റെ ഒരു വേറെ തലത്തിലേക്ക് ആ ഒരു പയ്യൻ മാറുന്നുണ്ട്. കാരണം അത്രയും റെസ്പോൺസിബിളായി പിന്നെ മാറുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ കാണില്ല. ഇതൊരു ബ്രിഡ്ജ് ടു ടെർബിഥിയ എന്ന് പറയുന്ന ഒരു രണ്ടും കൂടി ഒരു അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇവർ ചെന്ന് കുപ്പിടുകയും അതിനുശേഷം ഇവർ ആ ഒരു ഇമാജിനേഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഇമാജിനേഷൻസിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു രീതിയാണ് ആ സിനിമയിൽ പറയുന്നത്. ഒരു അഡ്വഞ്ചറായിട്ട് അതൊരു ചൈൽഡ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഇമാജിനേഷനൊക്കെ ആണല്ലോ. അതൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ പ്യുവറായിട്ട് എന്താ പറയുക നമ്മളെ വളരെ കൺവിൻസിങ് ആയ രീതിയിലേക്ക് ആ സിനിമ എടുക്കാൻ നല്ലവരെടുത്തിട്ടുണ്ട്. ഈ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എനിക്ക് തോന്നി. കാരണം ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ചിൽഡ്രൻ മൂവി എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആക്ഷൻ മൂവീസ് മാത്രം കാണുന്നതാണ് ഇതിലിപ്പോൾ ഇത് പെട്ടെന്ന് ദഹിക്കും തോന്നില്ല. പക്ഷേ ഇത്തരം മൂവിയൊക്കെ കാണാനോ അവരുടെ ആക്ടിവിറ്റി മറ്റും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ലിറ്റിൽ റാസ്കലെല്ലാം സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരം മൂവികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഈ മൂവി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇതിന് കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷണലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം നമ്മളൊന്ന് അതിനെക്കുറിച്ച് വളരെയധികം ഊന്നി ഇതിൽ പറയുന്നൊരു സിനിമയാണ്. വളരെ മനോഹരമായിട്ട് വളരെ കൂളായിട്ടുള്ള സിനിമയാണ്. അധികം കോലാഹലങ്ങളൊന്നുമില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അറ്റൻഷൻ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് തന്നെ 7.2 ഉണ്ട്. അത്രമാത്രം മനോഹരമായ രീതിയിൽ ഈ സിനിമ എടുക്കാനും, ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു 7.2 മൂവി എന്ന് പറയുന്നത് ആ ഒരു 7.2 പറയുന്നത് അതിന് വാല്യൂ തന്നെയായിരിക്കും. കാരണം നമ്മൾ ചുമ്മാ പ്രേക്ഷകർ പ്രതിക്ക് കൊടുക്കുന്നതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു റിവ്യൂ ഒരു രക്ഷയിൽ തന്നെ ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ഇതിൻ്റെ ആ സ്റ്റോറി ടെല്ലിങ് രീതി ആയിക്കോട്ടെ, ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ടൊക്കെ നമുക്ക് വളരെ തോന്നിപ്പിക്കും. അത്ര മനോഹരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റും ഈ സിനിമ. നിങ്ങൾക്കിപ്പോൾ എവിടെ നിന്ന് കാണാൻ പറ്റുന്ന ചോദ്യം ഉണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സിനിമ നിങ്ങൾ കാണാതിരിക്കരുത്. വളരെയധികം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്സിനെ കുറിച്ചും മറ്റുമൊക്കെ കുറിച്ച് പറയുന്ന സിനിമ നമുക്ക് ചിലപ്പോൾ അത് കുട്ടികളിലൂടെയാണ് ആ റിലേഷൻഷിപ്സുകളെല്ലാം പറയുന്നത്. അത്ര ഒരു സിനിമകൾ കാണാൻ നമുക്ക് അവസരം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ആക്ഷൻ ഓറിയൻറ്റഡ് മൂവീസൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കുറേയധികം ഫാമിലി ഓറിയൻറ്റഡ് മൂവീസൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതൊരു സിനിമ നിങ്ങളെ വളരെയധികം പിടിച്ചിരുത്തുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല ഒരു മൂവി കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബ്രിഡ്ജ് ടു ടെർബിഥിയ എന്ന് പറയുന്ന മൂവി കാണുക, ആസ്വദിക്കുക.
നിങ്ങളും കുറച്ചുകൂടി മനോഹരമായ ചിന്തകളും മനോഹരമായ ഒരു ആത്മസംതൃപ്തിയും എല്ലാം കിട്ടാനായിട്ട് ഇരിക്കട്ടെ. നല്ലൊരു കൂൾ അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലാണ്. നല്ല മൂവി ആയിരിക്കും. നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഓക്കെ, ബൈ, സീ യു.